തമിഴ്നാട്ടിൽ പോയാൽ അമ്പലങ്ങളിൽ കിട്ടുന്ന ഒരു പുളിച്ചോറുണ്ട്. അതിന് ഒരു അപാര ടേസ്റ്റാണ് കേട്ടോ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോണത് അതേ ടേസ്റ്റുള്ള പുളിച്ചോറാണ്. അപ്പോൾ ഓക്കെ, വരൂ വീഡിയോയിലേക്ക് പോവാം. അതിനായി ഒരു ഉരുള പുളി വെള്ളത്തിൽ തഴുത്തുക കേട്ടോ. കുറച്ച് വലിയ ഉരുള പുളിയായിരിക്കണം. നമ്മൾ ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതൽ എടുത്തു വയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒരു പാനിൽ 2 സ്പൂൺ ഡ്രൈ റോസ്റ്റാണ്, 2 സ്പൂൺ കടലപ്പരിപ്പ്, 2 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ ജീരകം, ദെൻ മുളക് എരിവിന് ആവശ്യമുള്ള കൂട്ടിയിടുക കേട്ടോ. കുറച്ച് കൂട്ടിയിട്ടാലേ നന്നായിരിക്കുള്ളൂ. അതിലേക്ക് 1 സ്പൂൺ കായം, ദെൻ കറിവേപ്പില, ഇതെല്ലാം കൂടി നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ട. അതിലേക്ക് 2 സ്പൂൺ മല്ലി കൂടി ഇട്ട് കൊടുക്കേണ്ട, ഞാൻ മറന്നു, ആദ്യമേ ഇടണം കേട്ടോ മല്ലി. എല്ലാം കൂടി ആയി കഴിയുമ്പോൾ നമ്മളതിനെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് തണുക്കട്ടെ. നമ്മൾ വറുത്തത് അതൊന്ന് തണുക്കട്ടെ. നമ്മൾ അതേ കടായിൽ തന്നെ ഒരു 2 സ്പൂൺ നല്ലെണ്ണ, ത്രൂ ഔട്ട് എല്ലാത്തിനും നല്ലെണ്ണ ഒഴിച്ചാൽ അത് വളരെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അതിലേക്ക് നമ്മൾ ഒരു 50 ഗ്രാംസ് പീനട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ കാഷ്യൂനട്ട് ക്വാണ്ടിറ്റി ഒന്നും പറയുന്നില്ല, ഉള്ളത് ഇട്ട് കൊടുക്കുക. അതിനെയും കൂടി നന്നായിട്ടൊന്ന് എണ്ണയിൽ വറുക്കുക കേട്ടോ. നല്ലോണം ഫ്രൈ ആയിക്കോട്ടെ. വീണ്ടും നമ്മൾ അതേ കടായിൽ തന്നെ മാറ്റി വെച്ച ശേഷം അതിൽ കുറച്ച് എണ്ണ ബാക്കിയുണ്ട്, പോരാത്ത കൂടി ഒഴിച്ച ശേഷം അതിലേക്ക് 1 സ്പൂൺ കടുക്, ദെൻ 1 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1 സ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില എല്ലാം കൂടി ഇട്ട ശേഷം അതിലേക്ക് നമ്മൾ 1 സ്പൂൺ എള്ള് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എള്ള് പിന്നെ നല്ല വാസനയായിരിക്കും. ഓക്കെ, ഇതെല്ലാം കൂട്ടി ഒന്ന് പട്ടയെന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളക്, ചുവന്ന മുളകും 1 സ്പൂൺ കായം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മൂക്കട്ടെ. ഓക്കെ, എല്ലാം ഇപ്പോൾ നല്ലോണം മൂത്ത് അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടുക, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടുക. അതിലേക്ക് എരിവിന് ആവശ്യമുള്ളത് നമ്മൾ ആൾറെഡി മുളക് ഇട്ടിട്ടുണ്ട് അരപ്പിൽ, അപ്പോൾ അതിനെ നോക്കിയിട്ട് നിങ്ങൾ ഇടുക കേട്ടോ. ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് മറ്റേ മുളകും വേണമെങ്കിൽ ഇടാം. ഓക്കെ, അതൊക്കെ നല്ലോണം വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെല്ലപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതപ്പോൾ എല്ലാം നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ വറുത്ത ഐറ്റമൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം. പിന്നെ നമ്മൾ ഈ പുളിയിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും പീനട്ട്സും ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയും കൂടി അതിലേക്കിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഞാനപ്പോൾ കുറച്ച് പൊടി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, അത് പിന്നാലെ പറയാം എന്തിനാണെന്നുള്ളത് കേട്ടോ. സോ ഈ പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അപ്പോൾ നല്ലോണം അത് ഒരു തിക്നെസ് ആവും ഈ പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ നല്ലോണം ഒന്ന് കട്ടിയായി. ഇനി ഞാനിവിടെ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട്, അതിനാണ് ഈ പൊടി മാറ്റി വെച്ചത്. അതിലേക്ക് ആ മാറ്റി വെച്ച കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ മിക്സ് നമ്മൾ നല്ലോണം ഒരു വലിയ സ്പൂൺ തന്നെ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1 സ്പൂൺ ഇട്ട് കൊടുത്ത ശേഷം അതിനെ ആ ചോറിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചൂടാക്കി വീണ്ടും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലെണ്ണയാണ് ഇതിന് വളരെ നല്ലത്. ഓക്കെ, നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് ഇങ്ങനത്തെ പുളിച്ചോറ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഇതിന് സൈഡായിട്ട് പൊട്ടാറ്റോ ഫ്രൈ ആണ്. ഇത് നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ബാക്കി വന്ന നമ്മൾ മിക്സൊക്കെ വന്നിട്ട് ഒരു പാത്രത്തിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കുക, കുറേ ദിവസം നിൽക്കും. ഓക്കെ, സോ എല്ലാവരും ട്രൈ ചെയ്യൂ. ഹാപ്പി കുക്കിംഗ്.